എന്താ മൈനെ, എന്ത് പറ്റി? എന്തിനാ മുഖം അങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നേ? ചേട്ടനൊന്ന് നോക്കടി. ഞാൻ നിന്നോട് ഒരേ ഒരു കാര്യമല്ലേ ചോദിച്ചുള്ളൂ. കൈ കയറി നിൽക്കാം, എന്നെ പൊക്കെന്ന്. അതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ എന്നെ വെച്ച് സംരക്ഷിക്കും? അത് അന്ന് ഞാൻ ഒന്ന് കഴിക്കാതല്ലേ വന്നത്, അതുകൊണ്ടാ. വേണമെങ്കിൽ ഇന്ന് കയറി നിൽക്ക്, പൊക്കാം. അതൊന്നും വേണ്ട, എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്. എന്റെ അമ്മോ, തലേക്കാരി നിൽക്കോ? എന്തുവാ? സിനിമയിലെ ലവ് ചെയ്യുന്നവരൊക്കെ ഡുവേറ്റ് പാടാറില്ലേ, അതുപോലെ നമുക്കും ഡുവേറ്റ് പാടി ഡാൻസ് കളിക്കാം. അത്രയല്ലേ ഉള്ളൂ. പക്ഷേ പാട്ട് ഞാൻ മാത്രമേ പാടൂ. എന്ത് പാട്ടാ? സുന്ദരി നീയും. കമലയുടെ ആസനം പോലെ മോന്തയും വെച്ചോണ്ട് നിനക്ക് കമലഹാസന്റെ പാട്ട് വേണോല്ലേ? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു സ്ഥിതി? അദ്ദേഹം മരിച്ചപ്പോഴേ ഞാനും പോയിരുന്നെങ്കിൽ എനിക്കിതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു. എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ റൗഡി ചെറുക്കന്റെ കൂടെ എന്റെ മോളെ കെട്ടിച്ചയക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പെങ്ങടെ മോനാ, അതുകൊണ്ടാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. അവളുടെ ജാതകത്തിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര അവമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ജാതകം എടുത്ത് ചവിട്ടുകൊട്ടയിലിട്. അത് കാണുന്നത് തന്നെ പാവാ. ഗായത്രിയുടെ പ്രായത്തിൽ എനിക്കൊരു മോനുണ്ടായിരുന്നേ, അവനോട് താലി കെട്ടാൻ പറഞ്ഞേനെ ഞാൻ. അതിനല്ലേ അച്ഛാ ഞാനിവിടെ ഉള്ളത്. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ കെട്ടാ അവളെ. നിങ്ങൾ വിഷമിക്കണ്ടേ, നമ്മുടെ ഗായത്രിക്ക് നല്ലൊരു പയ്യനെ കിട്ടും. നിങ്ങൾ ധൈര്യമായിരിക്കും, എല്ലാം നടക്കും. എന്താടാ, എങ്ങോട്ടേക്കാ? എന്തോ പെണ്ണ് കാണാൻ പോവാ. നിനക്ക് എപ്പോ നോക്കിയാൽ തമാശയാ. ഇവന്റെ ഒരു കാര്യം. ഒന്ന് നിന്നേ, എന്താ ഇത്ര സന്തോഷം? അത് പിന്നെ ഗായത്രിയല്ലേ? എന്താ എന്നോട് പറയില്ലേ? അകത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, ചെന്ന് നോക്ക്. ഞാൻ നെല്ലെടുത്തോണ്ട് വന്നേക്കാം. അവൾ ഉറങ്ങി എണീറ്റ് ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ നെല്ലെടുക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞാ മതി. ശരി. നീ എന്ത് ചെയ്യുവോ മകേഷ് ഇവിടെ? അല്ല, അത് പുറത്തേക്ക് പോ. എന്താ നോക്കുന്നത്? അത് പുറത്തേക്ക് പോ.
എത്ര വലിയ തെറ്റാണെന്ന് അറിയോ മഹേഷ്? എന്റെ അച്ഛൻ മരിക്കുമ്പോ എനിക്ക് 15 വയസ്സാ. അപ്പൊ നീ ചെറിയ കുട്ടിയായിരുന്നു. എന്റെ കൂടെ തന്നെ കളിക്കുമായിരുന്നു, എന്റെ ഒപ്പം തന്നെ കിടക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നീ ചെയ്ത കാര്യമുണ്ടല്ലോ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മഹേഷ്. എന്താണ് നിന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്? ഇവിടെ നോക്ക് മഹേഷ്, എന്റെ തലവിധിയാണ് കല്യാണം കഴിക്കാതെ കന്യകയായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളത്. പക്ഷെ നിനക്കെന്താ? നീ നന്നായിട്ട് പഠിക്കണം, ഒരുപാട് ഉയരങ്ങളിൽ എത്താനും ഉണ്ട്. നിന്റെ അച്ഛന്റെ സ്വപ്നം നിന്നെ ഒരു IPS ആയി കാണണമെന്നുള്ളതാണ്. നിന്റെ അമ്മ, അവരുടെ ലോകം തന്നെ നീയാ. അതൊക്കെ ഒന്ന് ഓർത്തു നോക്ക് മഹേഷ്. എന്തുകൊണ്ടാ ഞാൻ നിന്റെ മനസ്സിനെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്റെ തെറ്റാ. നിന്നെ എനിക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ നീ എന്നെ മറന്നേക്കണം മഹേഷ്. പഴയതുപോലെ നീ എന്റെ അടുത്ത് സഹകരിക്കണം. അതാണ് എനിക്കിഷ്ടം. ഞാൻ ഇപ്പോഴും നിന്നെ ഒരു കുട്ടിയായിട്ടാ കാണുന്നത്. നീ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് എപ്പോ പശ്ചാത്തപിച്ചോ അപ്പോൾ തന്നെ നിന്റെ ഹൃദയം ശുദ്ധിയായി. അത് മതി എനിക്ക്. വാ, നമുക്ക് പോവാം. മഹേഷ്, മഹേഷ്, എന്നെ നീ മറന്നു പോയോ? ഞാൻ പോയിട്ട് വരാം. സന്ധ്യക്ക് വാതിൽ അടച്ചിട്ട് ഇവൻ എന്താ ചെയ്യുന്നത്? ഇല്ല.